എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചരിത്രത്തിൻ്റെ താളുകൾ രേഖപ്പെടുത്തിയ യുദ്ധങ്ങൾ ഒട്ടനവധിയാണ്. പല കാലങ്ങളിൽ, പല ദേശങ്ങളിൽ, പല കാരണങ്ങൾ കൊണ്ടുണ്ടായ യുദ്ധങ്ങളിൽ സർവവും നഷ്ടപ്പെട്ടവരും പലതും നേടിയെടുത്തവരും ഉണ്ടായിട്ടുണ്ട്. ലോകം തന്നെ വിറച്ച അണുബോംബാക്രമണങ്ങളും രാസായുധ പ്രയോഗങ്ങളും എല്ലാം ചരിത്ര ചികഞ്ഞാൽ കാണാൻ കഴിയും. ഇവയെല്ലാം മനുഷ്യരും തമ്മിലുള്ള യുദ്ധങ്ങളായിരുന്നു. എന്നാൽ മനുഷ്യന് പക്ഷികൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്ന കൗതുകകരമായൊരു സാഹചര്യം ആധുനിക ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ യുദ്ധത്തിലെ വിജയം ആർക്കൊപ്പമായിരുന്നു, എന്തായിരുന്നു യുദ്ധത്തിൻ്റെ കാരണമെന്നൊക്കെ നമുക്ക് നോക്കാം. 1932 പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ചാമ്പ്യൻ ജില്ലയിലായിരുന്നു യുദ്ധം നടന്നത്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം സൈനിക സേവനങ്ങളിൽ നിന്ന് വിരമിച്ച പട്ടാളക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനായി കണ്ടെടുത്ത സ്ഥലമാണ്. ഗോതമ്പ് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഭൂമി പതിച്ചു നൽകിയത്. 1929 ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയ സാമ്പത്തിക മാന്ദ്യം ഒരു ദശാബ്ദക്കാലം നീണ്ടുനിന്നു. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ആദ്യ പാദത്തിൽ ഭക്ഷ്യക്ഷാമം വളരെ രൂക്ഷമായിരുന്നു. ഇത് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഗോതമ്പ് കൃഷി ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു ഈ സൈനികർക്ക് നൽകിയിരുന്നത്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ വൻ വർധനവ് ഈ സമയത്ത് ഓസ്ട്രേലിയയിൽ ഉണ്ടായെങ്കിലും അന്താരാഷ്ട്ര വിപണിയിലെ ഗോതമ്പിൻ്റെ വിലയിടിവ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞു കിടന്ന സമയത്താണ് സാമ്പത്തിക സ്ഥിതിയെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് 20,000-ൽ പരം എമു പക്ഷികൾ ഈ ഗോതമ്പ് പാടങ്ങളിലേക്ക് ചേക്കേറിയത്. 6 അടി പൊക്കവും വലിയ ശരീരപ്രകൃതിയുമുള്ള ഇവ വിളകൾ തിന്ന് നശിപ്പിക്കാൻ തുടങ്ങി. ശക്തരായ ഈ പക്ഷികൾ കൃഷിഭൂമിക്ക് ചുറ്റുമുണ്ടായിരുന്ന സംരക്ഷണ വേലികൾ തകർത്തത് മൂലം കാട്ടുമുയലുകളും ഗോതമ്പ് പാടങ്ങളിലേക്ക് വന്നു തുടങ്ങി. ഇത് നഷ്ടത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചു. ഇതോടുകൂടി കർഷകർ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് പിയേഴ്സനെ കാണുകയും പരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തു. ചില നിബന്ധനകളോടെ അദ്ദേഹം സൈനിക നടപടിക്ക് അനുമതി നൽകി. 1932 നവംബറിൽ ഓസ്ട്രേലിയയുടെ പീരങ്കിപ്പട മെറിഡിക്കിൻ്റെ നേതൃത്വത്തിൽ 2 പട്ടാളക്കാരെ നിയോഗിച്ചുകൊണ്ട് സൈനിക നടപടികൾക്ക് തുടക്കമിട്ടു. യന്ത്രത്തോക്കുകളുമായി സൈനികർ 50ഓളം വരുന്ന എമു പക്ഷികളുടെ ഒരു ചെറിയ കൂട്ടത്തെ ലക്ഷ്യമായി ആക്രമണം തുടങ്ങി. തങ്ങളെ ആരോ ആക്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ പക്ഷിക്കൂട്ടം ചെറിയ കൂട്ടങ്ങളായി തിരിഞ്ഞ് തോക്കുകളിൽ നിന്നും രക്ഷപ്പെട്ടു. ഏതാനും ചില പക്ഷികൾ വെടിയേറ്റു വീണതൊഴിച്ചാൽ മറ്റൊന്നും ചെയ്യാൻ സൈനികർക്ക് സാധിച്ചിരുന്നില്ല. 2 ദിവസത്തിന് ശേഷം ഒരു ഡാമിനടുത്ത് 1000ഓളം എമു പക്ഷികളെ കണ്ടതിനെ തുടർന്ന് പട്ടാളക്കാർ അങ്ങോട്ടേക്ക് നീങ്ങി. പക്ഷികൾ തോക്കുകളുടെ പരിധിയിൽ വരുന്നതുവരെ പട്ടാളക്കാർ ക്ഷമയോടെ കാത്തുനിന്നു. എന്നാൽ വെടിവെക്കലിനിടെ തോക്ക് ജാമായി എന്ന കാരണത്താൽ ഈ ഉദ്യമവും ലക്ഷ്യം കണ്ടില്ല. പിന്നീട് പക്ഷികളെ കാര്യമായി നിരീക്ഷിച്ച പട്ടാളക്കാർക്ക് മനസ്സിലായ കാര്യം, ഈ പക്ഷികൾ ചെറിയ കൂട്ടങ്ങളായാണ് സഞ്ചരിക്കുന്നതെന്നും ഓരോ കൂട്ടത്തിനും ഓരോ നേതാവ് ഉണ്ടായിരിക്കുമെന്നും മറ്റുള്ളവർ ഗോതമ്പ് ഭക്ഷിക്കുമ്പോൾ നേതാവ് പരിസരം നിരീക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് പട്ടാളക്കാരെ ആശ്ചര്യപ്പെടുത്തി. തുടർന്നും പട്ടാളക്കാർക്ക് തുടരെ പരാജയം മാത്രമായിരുന്നു ഫലം. ഡിസംബർ അവസാനമായിട്ടും ഏതാണ്ട് 500 പക്ഷികളെ വരെ മാത്രമാണ് ഇവർക്ക് കൊന്നൊടുക്കാൻ കഴിഞ്ഞത്. എമുകളാകട്ടെ പൂർവാധികം ശക്തിയോടുകൂടി വിളകൾ തിന്നുവാൻ തുടങ്ങി. വീണ്ടും കർഷകരുടെ പരാതി ഉയർന്നതിനെ തുടർന്ന് വീണ്ടും പട്ടാളത്തിൽ നിയോഗിക്കപ്പെട്ടുവെങ്കിലും പരാജയം മാത്രം ബാക്കി. പരിക്കേറ്റ 2500 പക്ഷികൾ കൂടി മരിച്ചതോടുകൂടി സൈനിക നീക്കം വിജയിച്ചു എന്നൊരറിയിപ്പോടുകൂടി പട്ടാളത്തെ സർക്കാർ പിൻവലിച്ചു. എന്നാൽ 1934 വീണ്ടും കർഷകർ സർക്കാരിനെ സമീപിച്ചു. സൈനിക നടപടി കൊണ്ട് ഗുണമുണ്ടാകില്ലെന്ന് നേരത്തെ മനസ്സിലാക്കിയ സർക്കാർ പ്രദേശവാസികൾക്ക് തോക്കും വെടിയുണ്ടകളും വിതരണം ചെയ്തു. നാട്ടുകാർ കൂട്ടത്തോടെ എമു പക്ഷികളെ വെടിവെച്ചിടാൻ തുടങ്ങി. 6 മാസ കാലയളവിൽ ഏതാണ്ട് 54,000ഓളം പക്ഷികളെ ഇവർ വെടിവെച്ചിട്ടു. ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങൾക്ക് ഇടയാക്കി. എന്നാൽ എമുക്കളുടെ യുദ്ധം അവസാനിച്ചിരുന്നില്ല. 1947-ലും 1948-ലും വീണ്ടും കർഷകർക്ക് സർക്കാരിനെ സമീപിക്കേണ്ടതായി വന്നു. 1963 സൺഡേ ഹെറാൾഡ് എന്ന പത്രം ഈ നടപടിയെ വിവേകശൂന്യമായത് എന്നാണ് വിശേഷിപ്പിച്ചത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള വിമർശനങ്ങൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് കേൾക്കേണ്ടി വന്നു. ഇത്രയും ഒക്കെ ചെയ്തിട്ടും എമു പക്ഷികളെ മല്ലിട്ട് ജയിക്കാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ പ്രത്യേക തരത്തിലുള്ള വേലികൾ കൃഷിഭൂമിക്ക് ചുറ്റും കെട്ടി കർഷകരെ സംരക്ഷിക്കേണ്ടതായി